കാത്തിരിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ശക്തിയെ പുതുക്കാനുള്ള ഒരു സീസണെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയേറെ കൃപകൾക്കായി, നല്ല ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ക്ഷേമത്തോടെ ആരോഗ്യത്തോടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവാത്മാവ് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ തന്ന ചെറിയൊരു സന്ദേശം വേഗത്തിൽ നിങ്ങളോട് കൈമാറിയിരിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അതേ പ്രിയരെ, യെശയ്യാവിൻ്റെ പ്രവചന പുസ്തകം അതിൻ്റെ അവസാനത്തെ വാക്യം 31-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഒരിക്കൽ കൂടെ വായിക്കുന്നു: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നല്ല വചനത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വേദഭാഗമാണിത്. നമ്മുടെ പ്രാർത്ഥനകളിൽ പോലും നമ്മൾ ഉരുവിടുന്ന വാക്യശകലങ്ങളാണ്. പ്രിയരെ, പ്രഭാതത്തിനകത്ത് ഞാൻ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്, ജീവിതത്തിനകത്ത് ചില കാത്തിരിപ്പിൻ്റെ നാളുകൾ വെളിപ്പെടും. ഈ കാത്തിരിപ്പുകൾ ഒന്നിൻ്റെയും അവസാനമല്ല. ചിലരൊക്കെ പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഞാൻ ഒരു ഉപജീവന മേഖലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു, ഒരു ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ദൈവവചനം പഠിക്കുന്നവർക്ക്, ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് കാത്തിരിപ്പിൻ്റെ നാളുകൾ ഒരു വേദനാജനകമാണോ എന്ന് ചോദിച്ചാലാണ്. പക്ഷേ എങ്കിലും ആ ജീവിതത്തിൻ്റെ കാത്തിരിപ്പുകളുടെ നാളുകളാണ് ഒരു മനുഷ്യൻ്റെ ദൈവം പണിയുന്നത്, ഒരു മനുഷ്യനെ ദൈവം പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഇതൊന്നും കണ്ട് നാം ഭാരപ്പെടാതെ, ആകുലപ്പെടാതെ, ഇതിൻ്റെ നടുവിലും ദൈവത്തിൻ്റെ വിശാലതയുടെ നാളുകൾ വെളിപ്പെടുമെന്ന് ആത്മാർത്ഥമായി നാം തിരിച്ചറിയേണ്ട അത്യാവശ്യമാണ്. പ്രിയരെ, ഈ സന്ദേശം ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ ഏതെങ്കിലും വ്യക്തികൾ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ചില ദൈവപ്രവർത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, പാസ്റ്റർ ഞാൻ ഒരു വെയിറ്റിംഗ് പീരീഡിലാണ്, ഞാനൊരു കാത്തിരിപ്പിൻ്റെ നാളുകളിലാണ് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ പറയാം, കർത്താവ്, ഇതാണ് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് നിങ്ങളുടെ ശക്തിയെ പുതുക്കാനുള്ള ആക്യുറേറ്റ് ടൈം. നിങ്ങളെക്കുറിച്ച് ദൈവം കണ്ട ദൈവിക പദ്ധതികളിലേക്ക് നിങ്ങളെ ലിഫ്റ്റ് ചെയ്യുന്ന സീസൺ ഇതാണ്. ഈ സമയത്ത് ദൈവികമായ ചിലത് നിങ്ങൾ പ്രാപിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. കാത്തിരിപ്പിൻ്റെ നാളുകൾ ഒരു പരിശോധനയുടെ കാലഘട്ടമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ എല്ലാ കാത്തിരിപ്പും പരിശോധനയാകണമെന്നില്ല. പക്ഷെ കാത്തിരിപ്പിൻ്റെ നാളുകൾ എപ്പോഴും വേദനകൾ നിറയുന്നതാണ്. ഒരു വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്, നമ്മൾ എക്സാമൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് പോലെ ജീവിതത്തിനകത്ത് അങ്ങനെ ചില വെയിറ്റിംഗ് പീരീഡുകൾ വരും. പക്ഷേ അതുപോലെ തന്നെ പരിശോധനയുടെ നാളുകളിലും കാത്തിരിപ്പിൻ്റെ നാളുകൾ വെളിപ്പെടാം. ചില നാളുകൾ ശോധനകൾ ഏറി ഒരു ദൈവപ്രവർത്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ചില ജീവിതത്തിൻ്റെ സീസണുകളുണ്ട്. പക്ഷേ ഈ കാത്തിരിപ്പിൻ്റെ നാളുകളെ കഴുകനുമായിട്ട് അല്ലെങ്കിൽ കഴുകൻ്റെ കാത്തിരിപ്പിൻ്റെ സമയവുമായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു പക്ഷിയാണ് കഴുകൻ എന്ന് പറയുന്നത്. കഴുകനെയും മനുഷ്യനെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഒത്തിരി റീസണുകളുണ്ട്. കഴുകൻ്റെ ആയുസ്സും മനുഷ്യൻ്റെ ആയുസ്സും ഏകദേശം താരതമ്യം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒന്നുപോലെയാണ്. 70-80 വർഷങ്ങളാണ് ഒരു കഴുകൻ്റെ ആയുസ് എന്ന് പറയുന്നത്. അതുപോലെ
ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ കഴുകൻ്റെ ജീവിതത്തിനകത്ത് ഒരു പ്രത്യേകതകരമായ ഒരു കാലഘട്ടമുണ്ട്. കഴുകൻ തൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ താൻ കഴിക്കുന്ന ആഹാരം മുഴുവനും കൊണ്ട് താൻ ഒരു ബൾക്കിയായി, താൻ ഒരു ഫാറ്റിയായി മാറുന്ന ഒരു സമയമുണ്ട്. കൊഴുപ്പ് കൊണ്ടടിഞ്ഞ് ഇനി പറക്കാൻ കഴിയാതെ വരുന്ന സമയത്ത് കഴുകൻ ഒരു പർവ്വതത്തിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറയുടെ പിളർപ്പിൻ്റെ അവിടെ പോയി തൻ്റെ ശരീരത്തെ പട്ടിണി കിടന്ന് അല്ലെങ്കിൽ ആഹാരമില്ലാത്ത നാളുകൾ ശരീരത്തിനകത്തുള്ള ആ കൊഴുപ്പുകളെല്ലാം പോയി, അതുപോലെ തന്നെ തൻ്റെ ശരീരത്തിനകത്തുള്ള ഫെദേഴ്സ്, അത് തൂവലുകളെല്ലാം പൊഴിച്ച്, ഈവൻ ആ തൂവലുകൾ പൊഴിക്കാൻ വേണ്ടി ആ പാറയിലൊക്കെ താൻ ഉരച്ച് തൻ്റെ ശരീരത്തെ മുറിപ്പെടുത്തിയൊക്കെയാണ് തൻ്റെ ശരീരത്തിനെ കണ്ടു കഴിഞ്ഞാൽ അത് കഴുകനാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സീസൺ വെളിപ്പെടുകയാണ്. പക്ഷേ ആ സീസൺ കഴിയുമ്പോൾ പഴയതിനെ പോലെയല്ല, തീർന്നെന്ന് പറയുന്ന സമയത്താണ് കഴുകൻ്റെ ഒരു കാത്തിരിപ്പിൻ്റെ നാൾ വെളിപ്പെടുന്നത്, ഒരു വെയിറ്റിംഗ് പീരീഡ് വെളിപ്പെടുന്നു. ആ വെയിറ്റിംഗ് പീരീഡിനകത്ത് കയറി കഴുകൻ തൻ്റെ ശരീരത്തിനകത്തുള്ള ആ ഫെദേഴ്സ്, ആ തൂവലുകളെല്ലാം പൊഴിച്ചിട്ട് അതെല്ലാം നഷ്ടമായി പോകുമ്പോഴും കണ്ടു കഴിഞ്ഞാൽ ഒരു കഴുകനാണോ എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വെളിപ്പെടുമ്പോഴും ഞാൻ അവിടെ നിന്നൊരു ദൂത് ഞാൻ പറയട്ടെ. പ്രിയരെ, ഇന്നിൻ്റെ അനുഭവം കണ്ട് നിന്നെ നോക്കിക്കഴിഞ്ഞാൽ നീയാണോ പഴയ ചിരിക്കുന്ന, നീയാണോ പഴയ സന്തോഷത്തോടെ ഇരുന്ന വ്യക്തിയാണോ? പലപ്പോഴും നമ്മളെയൊക്കെ നോക്കി പറഞ്ഞിട്ടില്ലേ, അയ്യോ നീ എന്ത് സൗന്ദര്യവതിയായിരുന്നു, അല്ലെങ്കിൽ സൗന്ദര്യവാനായിരുന്നു, എന്ത് സുന്ദരനായിരുന്നു നിന്നെ കാണാൻ, എന്ത് ഭംഗിയുണ്ടായിരുന്നു, എത്ര കാലിബർ ഉണ്ടായിരുന്നു, എത്ര പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, മിടുക്കുണ്ടായിരുന്നു, ബുദ്ധി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പായിരുന്നു, എത്ര സമ്പന്നനായിരുന്നു, ഞങ്ങളുടെ കൂട്ടുകാരുടെ നടുവിലൊക്കെ ഒത്തിരി നന്മയുണ്ടായിരുന്നു നിനക്കല്ലയോ? പക്ഷെ ഇന്ന് അവരുടെയൊക്കെ മുൻപിൽ നീ ഒരു ചോദ്യചിഹ്നമാണ്, ഒരു നിന്ദാവിഷയമാണ്. എല്ലാം നഷ്ടപ്പെട്ട്, എല്ലാം തകർന്ന്, എല്ലാം അവസാനിച്ച്, എല്ലാം ശൂന്യമായി, ഇനിയൊരു ഉയർപ്പ് പോലും നിനക്കുണ്ടോ എന്ന് നിനക്കറിയില്ല. ആ സാഹചര്യത്തിനകത്ത് നീ ഇരിക്കുകയാണ്. അതുപോലെയാണ് പ്രിയരെ കഴുകനും. ഇന്നലകളിൽ കാർമേഘങ്ങളുടെ ഉയരത്തിലൂടെ പറന്നതാണ്, സൂര്യകിരണങ്ങളെ പോലും വെല്ലുവിളിച്ച് പറന്നതാണ്, മേഘങ്ങളെ താണ്ടി പറന്നുയർന്നതാണ്. ഉയരങ്ങളിൽ പറന്ന കഴുകൻ തന്നെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് പോലും തന്നെ തിരിച്ചറിയാൻ കഴിയുക ഇതൊരു കഴുകനാണോ എന്ന് പോലും നമ്മൾ ആശ്ചര്യപ്പെടത്തക്ക നിലവാരത്തിൽ ശരീരം മുഴുവനും മുറിവേൽക്കപ്പെട്ട, ശരീരത്തിനകത്തുണ്ടായിരുന്ന തൂവലുകളെല്ലാം നഷ്ടപ്പെട്ട് ഒരു വെയിറ്റിംഗ് സീസണിലേക്ക്, ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിലേക്ക് ആ കഴുകനിരിക്കുകയാണ്. പക്ഷേ അവനൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇതെല്ലാം നഷ്ടമായാലും എൻ്റെ ശരീരത്തിനകത്ത് അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളെല്ലാം നഷ്ടമാകുമ്പോൾ എൻ്റെ ശരീരത്തിനകത്ത് വീണ്ടും പുതിയ പുതിയ ചിറകുകൾ വീണ്ടും മുളച്ചു വരും. അതേപോലെ നിൻ്റെ ജീവിതത്തിനകത്തും ചില സീസണുകൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും, ചില ശോധനയുടെ കാലഘട്ടം ഉണ്ടെങ്കിൽ നിന്നെ നോക്കി ഇന്നലെ വെയിറ്റിംഗ് പീരീഡിനകത്ത് മനുഷ്യർ നിന്നെ വിധിച്ചവരുണ്ട്, നിന്നെ കുറ്റം ചുമത്തിയവരുണ്ട്, നിനക്കതിന് ആരോപണങ്ങൾ അയച്ചു വിട്ടവരുണ്ട്. നീ ഇനി ഒരിക്കലും ഒരു കംബാക്കില്ല, ഒരു തിരിച്ചുവരവില്ലെന്ന് നിന്റെ ജീവിതത്തെ നോക്കി വിമർശിച്ചവർ കാണുക. സ്നേഹത്തോടെ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം, നിനക്കൊരു സീസൺ വെളിപ്പെടും. നീ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം ദൈവം നിനക്ക് വെളിപ്പെടുത്താൻ പോവുകയാണ്. വചനം പറയുന്നു, കഴുകൻ തൻ്റെ ശരീരത്തിനകത്ത് വീണ്ടും ചിറക് മുളയ്ക്കുകയാണ്. ചിറകുകളും മുളച്ച് പഴയതിനേക്കാൾ ശക്തിയോടെ, പഴയതിനേക്കാൾ സൗന്ദര്യത്തോടെ, പഴയതിനേക്കാൾ തൻ്റെ ചുണ്ടിനൊക്കെ ആ ഒരു ബലവും അതിൻ്റെ ആ ഒരു നീളവും ഒക്കെ പഴയതിനേക്കാൾ ഗംഭീരമായി, തൻ്റെ ചുണ്ടൊക്കെ ആ പാറയിൽ കൊണ്ട് ഉരച്ച് പൊട്ടിച്ചു കളയുമെന്നാണ് പഠിതാക്കൾ പറയുന്നത്. ആ ഒരു സീസൺ നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി പറയാം, കർത്താവ് ദൈവം വ്യക്തമായി നിങ്ങളോട് ഇടപെടുക. നിങ്ങൾ ഒരു പുതിയൊരു സീസണിലേക്ക് കടക്കുക. ഞാൻ ആത്മാവിൽ പറയാം കേട്ടോ, ഒരു കഴുകൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. എത്ര കൊടുങ്കാറ്റടിച്ചാലും കഴുകൻ കുലുങ്ങത്തില്ല.
കൊടുങ്കാറ്റ് അവന് സന്തോഷം നൽകുന്നതാണ്, അവന് ആനന്ദം നൽകുന്നതാണ്. കൊടുങ്കാറ്റുകൾ അവൻ്റെ കോൺഫിഡൻസ് കുറയ്ക്കുന്നതല്ല. മറ്റു പക്ഷികളൊക്കെ കൊടുങ്കാറ്റ് വരുമ്പോൾ ഏതെങ്കിലും അവർ വച്ചിരിക്കുന്ന കൂട്ടിനകത്തോ ഏതെങ്കിലും പാറയുടെ പിളർപ്പിലോ എവിടെയെങ്കിലുമൊക്കെ പോയി അഭയം തേടും. പക്ഷെ കഴുകനെ സംബന്ധിച്ചിടത്തോളം കൊടുങ്കാറ്റ് ഒരിക്കലും അവനെ ഭയപ്പെടുത്തുന്നതല്ല. കൊടുങ്കാറ്റ് അവൻ്റെ ജീവിതത്തിനകത്ത് എപ്പോഴും അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. മറ്റ് പക്ഷികൾക്ക് ആ കൊടുങ്കാറ്റെന്ന് പറയുന്നത് ഭയാനകമാണെങ്കിൽ, മരണം മുന്നിൽ കണ്ടാണ് അവർ ഭീതിയോടെ കാണുന്നെങ്കിൽ, കഴുകനെ സംബന്ധിച്ചിടത്തോളം കൊടുങ്കാറ്റെന്ന് പറയുന്നത് അവന് ഭയങ്കര സന്തോഷം ഉളവാക്കുന്നതാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ കൊടുങ്കാറ്റിന്റെ നടുവിൽ അവൻ എന്ത് ചെയ്യുമെന്ന് അറിയുമോ? കൊടുങ്കാറ്റിൽ അവൻ പറക്കാൻ തുടങ്ങും. കാറ്റിന്റെ ദിശയിലൂടെ അവൻ വേഗത്തിൽ അവന് പറന്നെത്തിച്ചെല്ലാൻ മിനിറ്റുകൾ ഏറെ എടുക്കുന്ന സാഹചര്യങ്ങൾ, നിമിഷങ്ങൾ കൊണ്ട് കൊടുങ്കാറ്റിന്റെ വേഗതയിലൂടെ അവൻ എത്താൻ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് അവൻ എത്തിച്ചേരും. അതുപോലെ നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന കൊടുങ്കാറ്റുകളെ കണ്ട് ഭയന്നു പോകാതെ, ജീവിതം മടുത്തെന്ന് പറയാതെ, മതി യഹോവേ മതി, എൻ്റെ പ്രാണനെ എടുക്കണമേ എന്ന് നീ പറയാതെ, കൊടുങ്കാറ്റുകളുടെ നടുവിൽ, ജീവിതത്തിനകത്ത് വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ അതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണ്. അതിനെ ഒരു ദൈവിക ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാം, ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റി ആയി കാണ്. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത ദിശകളിലേക്ക്, നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത പട്ടണങ്ങൾ, രാജ്യങ്ങൾ, നിയോഗങ്ങളിലേക്ക് ആ കൊടുങ്കാറ്റുകൾ ദൈവം നിന്നെ കൊണ്ടുപോകുന്നതായി മാറ്റി. കഴുകന് കൊടുങ്കാറ്റ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നെങ്കിൽ, ഞാൻ ആത്മാവിൽ പറയാം, നമ്മുടെ ജീവിതത്തിനകത്തും ദൈവം വയ്ക്കുന്ന ചില കൊടുങ്കാറ്റുകൾ നീ ചിന്തിക്കുന്ന നീ തകരാനാണെന്ന്. ഇല്ല കുഞ്ഞെ, നിന്നെ ദൈവിക ദിശയിലേക്ക് കൊണ്ടുപോകാനാണ്. അതുകൊണ്ട് കാത്തിരിപ്പൊരിക്കലും പരാജയമല്ല. കാത്തിരിപ്പിനകത്താണ് ശക്തിയെ പുതുക്കാനുള്ള സമയമാണ്. ഈ പ്രഭാതത്തിനകത്ത് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുകയാണ്. ഈ കാത്തിരിപ്പുകൾ തീരും. അതിനു മുമ്പ് നീ ശക്തിയെ പുതുക്കണം. പറന്നുയരാനുള്ള സീസണുകൾ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ നിമിഷം ഒരു വാക്ക് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ള, പ്രാർത്ഥന ആവശ്യമുള്ള ഞങ്ങളോട് കൂടി ചേർന്ന് പ്രാർത്ഥിക്കുക. സ്വർഗീയമല്ല കർത്താവേ, ഈ നിമിഷം എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുകയാണ്. ഒരു കഴുകൻ ചിറക് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് പറന്നുയരുന്നത് പോലെ ചില വെയിറ്റിംഗ് പീരീഡുകൾക്കകത്ത് ഞങ്ങൾ വീണ്ടും പുതുക്കം പ്രാപിച്ച് പറന്നുയരുന്നവരായി മാറട്ടെ. തകർന്നുപോയ, വേദന അനുഭവിക്കുന്ന, നിന്ദ അനുഭവിക്കുന്ന, ശൂന്യതകൾ അനുഭവിക്കുന്ന ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഇവിടെ കാത്തിരിപ്പിന്റെ കാലഘട്ടങ്ങൾ തീരട്ടെ, മഹത്വം വെളിപ്പെടട്ടെ, സീസണുകൾ ചേഞ്ച് ആകട്ടെ. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. അവരോടൊപ്പം സ്വർഗമുള്ളതിനായി നന്ദി. ചില പുതിയ തുടക്കങ്ങൾ, പുതിയ നിയോഗങ്ങൾ, പുതിയ ആരംഭങ്ങൾ വെളിപ്പെടട്ടെ. ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്കുക, കാത്തിരിപ്പിനകത്ത് ദൈവിക പുതുക്കങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ വിശ്വാസത്തോടെ, നിറപുഞ്ചിരിയോടെ ചില ശോധനകളുടെ നടുവിൽ ദൈവിക മുഖം നോക്കുക, അത്ഭുതങ്ങളെ നീ കാണും. ദൈവത്തിനെ എനിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കണം എന്ന ആഗ്രഹമുള്ള കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ റെഡിയാണ്. അതുപോലെ തന്നെ തുടർമാനമായി സന്ദേശം ലഭിക്കണമെങ്കിൽ, ഞങ്ങളുടെ മീറ്റിങ്ങുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ സന്ദേശം അയച്ചു കൊടുക്കുക. അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിനോടൊപ്പം നമുക്കൊരു യാത്ര തിരിക്കാമോ? God bless you. Amen.